Hi dears, all are welcome to the new video. In this video, we would like to discuss some application of the surface integrals in the application to find the flux by using the surface integrals. Before going to the surface integral for flux, before going to the application, we have to discuss an orientation of a surface, the orientation of a surface. We call a smooth surface is oriented or two-sided if it is possible to define a field a field n of unique normal vectors on S that varies continuously with position. That is, if you are moving on a surface, if the position vector changes continuously, then we say that the surface S is orientable. Example, if the surface we are considering is sphere is orientable. That means if you are moving from one point to another, the unit normal vector should be changed. If a surface is oriented, then a portion of the surface is also should be orientable. Spheres are smooth surface that are orientable. By convention, we choose n to be n on a closed surface to be to a point outward. That means the sphere is a closed surface. On a closed surface, the positive orientation is the orientation towards the outside of the sphere. All the surfaces are not orientable. Example, a Mobius strip. Mobius strip is that when a normal vector in which is placed at a point P0 on the Mobius strip is displaced continuously along the curve C, the resulting normal vector upon returning to the point P0 is opposite to the original vector P0. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സർഫസ് എന്ന് പറയുന്നത് ആ സർഫസിൽ നമ്മളൊരു P0 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. P0 എന്ന് പറയുന്ന പോയിന്റ് എടുത്ത് ആ P0 എന്ന് പറയുന്ന പോയിന്റിനെ നമ്മളൊരു ആ കർവിന്റെ അലോങ് അല്ലെങ്കിൽ ആ ഒരു സർഫസിന്റെ അലോങ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ അടുത്ത ആ P0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്ന സമയത്ത് യൂണിറ്റ് നോർമൽ വെക്ടറിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. P0 നമ്മൾ ഏത് ഡയറക്ഷനിലാണോ എടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഈ രീതിയിൽ വരുന്ന സർഫസുകളാണ് മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. മോബിയസ് സ്ട്രിപ്പ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് ഓഫ് പേപ്പർ, ഒരു നീളത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പർ നമ്മുടെ രണ്ട് എൻഡുകൾ നമ്മൾ കൂട്ടി ഒട്ടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഹാഫ് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ പേപ്പറിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ കൂട്ടി ഒട്ടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സ്ട്രിപ്പ് മോബിയസ് സ്ട്രിപ്പിന് എക്സാമ്പിൾ ആണ്. Now we are discussing the surface integral for flux. Flux കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർഫസ് ഇന്റഗ്രൽസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ വരുന്നത് ദി ഫ്ലക്സ് ഓഫ് എ 3-dimensional വെക്റ്റർ ഫീൽഡ് F across an oriented surface S in the direction of n is given by the formula flux equal to double integral over S F dot n d sigma. The surface integral F dot n d sigma is the flux of a 3-dimensional vector field F across an oriented surface S. If the velocity field of a 3-dimensional fluid flow, the flux of F across S is the net rate at which the fluid crossing S in the chosen positive direction. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോയുടെ വെലോസിറ്റി ആണ് F എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് എങ്കിൽ S എന്ന് പറയുന്ന ഒരു സർഫസിനെ ക്രോസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഫ്ലോയുടെ റേറ്റ്, അതാണ് നമ്മൾ ഫ്ലക്സ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്ലക്സ് ഈക്വൽ ടു ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലക്സ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ F ഡോട്ട് n ds എന്നുള്ളത്. ഇവിടെ n എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. d സിഗ്മ എന്നുള്ളത് നമുക്കറിയാം. സർഫസ് ഏതാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള d സിഗ്മ എന്താണ് നമുക്ക് അറിയാം. n എന്ന് പറയുന്നത് നമ്മൾ വരുന്നത് ഈ സർഫസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് നോർമൽ വെക്ടറിനെയാണ് നമ്മൾ n ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസിന്റെ പോസിറ്റീവ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എന്താണ്? സർഫസിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ ആണ്. അപ്പോൾ അത് നമ്മൾ സർഫസ് ഓറിയന്റബിൾ ആണ് എങ്കിൽ ഓരോ പോയിന്റിലും n-ന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ n-ന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, if S is the part of a level surface f of g of xyz is equal to c, then n may be taken to be the
one of the two fields n equal to plus or minus delta g by modulus of delta g. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ ഇംപ്ലിസിറ്റ് ഫോമിലാണ് സർഫസിന്റെ ഇക്വേഷൻ തന്നത് എങ്കിൽ ആ ഒരു കേസിൽ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ പോയിന്റിലും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ ഡെൽറ്റ ജി എന്നുള്ളത് ഈ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് ഡെൽറ്റ ജി എന്നുള്ളത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡെൽറ്റ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ ജി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടും. അപ്പോൾ ഇത് ഓരോ പോയിന്റിലും എക്സ് വൈ സെഡ് എന്ന് പറയുന്ന പോയിന്റിൽ ഇത് ഓരോ പോയിന്റിൽ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്നിനെ നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ ജി എന്നുള്ള ഫോമിലാണ് നമ്മൾ n എന്നുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എടുക്കുന്നത്. ഇത് നമ്മൾ എടുക്കുന്നത് ജി ഓഫ് എക്സ് സർഫസിന്റെ ഇക്വേഷൻ ഇംപ്ലിസിറ്റ് ഫോമിൽ എക്സ് വൈ സെഡ് ഈക്വൽ ടു സി എന്നുള്ള ഫോമിൽ തന്നു കഴിഞ്ഞാൽ എന്നിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എടുക്കാൻ പറ്റും. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് സർഫസിന്റെ ഓറിയന്റേഷൻ അനുസരിച്ച് നമുക്ക് എന്നിനെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ n ഈക്വൽ ടു ഡെൽറ്റ ജി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ ജി എന്നുള്ള ഫോമിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് ഫ്ലെക്സിനെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഡോട്ട് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഡെൽറ്റ ജി ഡോട്ട് പി ഡി എ എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രോബ്ലംസിലെല്ലാം നമ്മൾ സർഫസ് ഇന്റഗ്രലിന്റെ ഈ ഒരു ഫോമുല തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലെക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ളത്. അപ്പോൾ അതിൽ n കണ്ടുപിടിക്കാനുള്ള ഫോമുല നമ്മൾ പറഞ്ഞു. ഡി സിഗ്മ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഡി സിഗ്മ എന്നുള്ളത് നമ്മുടെ സർഫസ് തന്നുള്ളത് ഇംപ്ലിസിറ്റ് ഫോമിലാണ് എങ്കിൽ മോഡ് ഡെൽ ജി ബൈ ഇവിടെ സർഫസിന്റെ ഇക്വേഷൻ നമ്മൾ ജി എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത് എങ്കിൽ മോഡ് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി എന്നുള്ള ഫോമിലാണ് നമ്മൾ ഡി എ എന്നുള്ള ഫോമിലാണ് ഇംപ്ലിസിറ്റ് ഫോമിലാണെങ്കിൽ വരുന്നത്. എക്സ്പ്ലിസിറ്റ് ഫോമിൽ ആർ യു വി എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇക്വേഷൻ എടുത്തിട്ടുള്ളത് എങ്കിൽ ഡി സിഗ്മ എന്നുള്ളത് വരുന്നത് മോഡുലസ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് മൂവ് ചെയ്യാം. ഫൈൻഡ് ദി ഫ്ലെക്സ് ഓഫ് ദി ഫീൽഡ് എഫ് ഈക്വൽ ടു yzj plus z square k outward through the surface S cut from the cylinder y square plus z square equal to 1, z greater than or equal to 0 by the planes x equal to 0, x and x equal to 1. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലെക്സ് ഓഫ് ദി ഫീൽഡ് എഫ് ഈക്വൽ ടു ഇവിടെ എഫ് തന്നിട്ടുള്ളത് yzj പ്ലസ് z സ്ക്വയർ കെ എന്നുള്ള ഫോമിൽ എഫ് തന്നിട്ടുണ്ട്. ഔട്ട്വാർഡ് ത്രൂ ദി സർഫേസ് എസ് കട്ട് ഫ്രം ദി സിലിണ്ടർ y സ്ക്വയർ plus z square equal to 1, z greater than or equal to 0 by the planes x equal to 0 and x equal to 1. ഇവിടെ s എന്ന് പറയുന്ന സർഫസ് എന്ന് പറയുന്നത് y square plus z square equal to 1, z greater than or equal to 0 എന്നുള്ള സിലിണ്ടറിന്റെ x equal to 0, x equal to 1 എന്നുള്ള ഈ ഒരു രണ്ട് പ്ലെയിനിന്റെ ഇടയിൽ വരുന്ന പോർഷൻ. അപ്പോൾ ഫിഗർ ഇവിടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ആക്സിസ് ഓഫ് ദി സിലിണ്ടർ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ഓഫ് ദി സിലിണ്ടർ ആയിട്ട് വരുന്ന സിലിണ്ടറിന്റെ സെന്റർ ആയിട്ട് വരുന്ന രീതിയിലുള്ള സിലിണ്ടർ അതിന്റെ z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള മുകളിലുള്ള പോർഷൻ, ഈ സിലിണ്ടറിന്റെ മുകളിലുള്ള ഈ ഒരു കേർവ്ഡ് പോർഷൻ ആണ്. അതിൽ x ഈക്വൽ ടു 0 ടു x ഈക്വൽ ടു 1 വരെയാണ് ഉള്ള ഈ ഒരു പോർഷൻ ആണ് ഇവിടെ സർഫസ് വരുന്നത്. നമുക്ക് ഫ്ലെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്ലെക്സ് കാണാനുള്ള ഫോമുല നമുക്കറിയാം. ഫ്ലെക്സ് കാണാനുള്ള ഫോമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമുക്ക് എഫ് അറിയാം, എൻ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കണം, ഡി സിഗ്മ കാണണം, പിന്നെ ഈ സർഫസ് ഇന്റഗ്രലിന് നമ്മൾ സാധാരണ ഡബിൾ ഇന്റഗ്രലിലേക്ക് കൺവേർട്ട് ചെയ്യും കൂടെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ n കാണാനും ഡി സിഗ്മ കാണാനും നമുക്ക് എന്ത് വേണം, ഈ നമ്മുടെ സർഫസിന്റെ ഇക്വേഷൻ കാണാം. ഇവിടെ സർഫസ് എന്ന് പറയുന്നത് the cylinder y square plus z square equal to 1, z greater than or equal to 0 bounded by x equal to 0 and x equal to 1. അപ്പോൾ നമുക്ക് സർഫസിന്റെ ഇക്വേഷൻ ആയിട്ട് g of xyz is equal to y square plus z square equal to 1 എന്നുള്ളതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. y square plus z square equal to 1 എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ z greater than or equal to 0 എന്നുള്ള ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ n കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിറ്റ് നോർമൽ വെക്ടർ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ളതാണ്. n കാണാനുള്ള ഫോമുല ഡെൽ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഡെൽ ജി എന്നുള്ളതാണ്, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇവിടെ പ്ലസ് സിമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഡെൽ ജി ബൈ മാഗ്നിറ്റ്യൂഡ് ഡെൽ ജി ആണ്.
ഇപ്പോൾ ഡെൽ ജി കാണാനുള്ള ഫോർമുല ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ജി ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ജി ഈക്വൽ ടു 2yj പ്ലസ് 2zk എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഡെൽ ജി എന്നുള്ളത് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ റൂട്ട് ഓഫ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ എന്നുള്ളത് കിട്ടും. 2 ഇൻറ്റു റൂട്ട് ഓഫ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ ഇവിടെ ജി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഈ ഒരു സർഫസിൽ എടുക്കുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് നമുക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡെൽ ജി ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് n ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് നമുക്ക് n ഈക്വൽ ടു ഇവിടെ നമുക്ക് n ഈക്വൽ ടു ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2yj n ഈക്വൽ ടു 2yj പ്ലസ് 2zk ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് വരുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു yj പ്ലസ് zk എന്നുള്ളതാണ് ഇവിടെ n വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എഫ് തന്നിട്ടുണ്ട്, എഫ് എന്നും കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഡോട്ട് എൻ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡി സിഗ്മയും കൂടെ കാണണം. ഡി സിഗ്മ എന്ന് പറയുന്നത് മോഡ് ഡെൽ ജി ബൈ ഡെൽ ജി ഡോട്ട് പി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഈ ഒരു സർഫസിന്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എടുക്കുക. എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർഫസിന്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ഈ ഒരു രീതിയിൽ റെക്ടാങ്കിൾ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് പ്ലെയിനിൽ മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള റീജിയൻ ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് ഇവിടെ ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ഈക്വൽ ടു എക്സ് ആക്സിസ് നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ നമ്മൾ എടുക്കുന്നത് ഓക്കെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ വൈ വേരി ചെയ്യുന്നത് ഇവിടെ z ഈക്വൽ ടു 0 ആണ്. y വേരി ചെയ്യുന്നത് -1 to 1 വരെയാണ്. ഇത് y-യും ഇത് x-ഉം ആണ്. ഇപ്പൊ സ്ട്രിപ്പ് വരുന്നത് ഈ രീതിയിലല്ല, തിരിച്ചാണ്. y വേരി ചെയ്യുന്നത് -1 to 1-ഉം x വേരി ചെയ്യുന്നത് 0 to 1-ഉം ആണ്. ഇതാണ് xy പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ. ഇതിനെയാണ് നമ്മൾ r ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് വരുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് p ഈക്വൽ ടു നമുക്ക് എന്ത് തന്നെ എടുക്കാൻ പറ്റും, വെക്ടർ k ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മോഡ് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡി സിഗ്മ ഈക്വൽ ടു മോഡ് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് പി ഡി എ എന്നുള്ളതാണ്. വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോഡ് ഡെൽ ജി ഡോട്ട് കെ എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. മോഡ് ഡെൽ ജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 2yj പ്ലസ് 2zk ആണ്. ഇത് മോഡൽ ഡോട്ട് പ്രോഡക്റ്റ് കെ എടുക്കുമ്പോൾ സമയത്ത് നമുക്ക് 2z എന്നുള്ളത് കിട്ടും. 2 ബൈ മോഡുലസ് 2z എന്നുള്ളത് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ മോഡ് z എന്നുള്ളതാണ് എടുക്കുന്നത്. നമ്മൾ z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് മോഡ് z-നെ നമുക്ക് 1 ബൈ z എന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഡി സിഗ്മ ഈക്വൽ ടു 1 ബൈ z ഡി എ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. നമുക്കിവിടെ n കിട്ടിയിട്ടുണ്ട്, എഫ് നമുക്കറിയാം. എഫ് ഡോട്ട് n നമ്മൾ എഫ് ഡോട്ട് n കണ്ടുപിടിക്കാം. എഫ് ഡോട്ട് n കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് കിട്ടുന്നത് എഫ് ഈക്വൽ ടു വൈ സെഡ് ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ എന്നുള്ളതും n എന്നുള്ളത് yj പ്ലസ് zk എന്നുള്ളതുമാണ്. എഫ് ഡോട്ട് n കാണുന്ന സമയത്ത് y സ്ക്വയർ z പ്ലസ് z ക്യൂബ് എന്നുള്ളത് നമുക്ക് കിട്ടും. z കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ z ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ, y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു അഗെയിൻ ഓൺ ദി സർഫസ് g y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 1. therefore it's equal to f dot n equal to z എന്നുള്ള വാല്യൂ കിട്ടി. therefore the flex f outward through s is double integral over s surface integral f dot n d sigma is equal to double integral over r z into z എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ f dot n into d sigmയുടെ വാല്യൂ 1 by z dA. so it's equal to z cancel ചെയ്തു, r of xy z into dA എന്നുള്ള ഫോമിൽ കിട്ടും. it's equal to area of the region r എന്ന് പറയുന്ന റീജിയൻ നമ്മൾ എടുത്ത് നോക്കൂ. ഇതിന്റെ ഏരിയ നമുക്ക് ഇതിന്റെ ഏരിയ വേണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിന്റെ ഏരിയ നമ്മൾ നോക്കൂ, എക്സ് 0 മുതൽ 1 വരെ വരുന്നു, y -1 മുതൽ 1 വരെ വരുന്നു. y എന്ന് പറയുന്നത് ലെങ്ത് എടുക്കുന്ന സമയത്ത് ലെങ്ത് ഈക്വൽ ടു നമുക്ക് 1-ഉം
breadth equal to height എന്ന് പറയുന്നത് നമുക്ക് 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് 1 into 2 ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഇതിന്റെ ഏരിയ എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് 2 എന്നുള്ളത് കിട്ടി. ഇനി ഇതിന്റെ ടെക്സ്റ്റിൽ നമുക്ക് ഇതിനെ പാരാമെട്രിക് ഫോമിൽ എടുത്തിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ കൂടെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇതേ ഇന്റഗ്രലിനെ തന്നെ നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റിയിട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ. ഫൈൻഡ് ദി ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ് F equal to z square I plus xj minus 3zk upward normal away from the x-axis through the surface is cut from the parabolic cylinder z equal to 4 minus y square by the planes x equal to 0, x equal to 1 and z equal to 0. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഫൈൻഡ് ദി ഫ്ലക്സ് ഓഫ് ദി ഫീൽഡ്. നമുക്ക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല നമുക്ക് അറിയാം. ഫ്ലക്സ് കാണാനുള്ള ഫോർമുല ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്നും ഡി സിഗ്മയും കണ്ടുപിടിക്കണം. എന്നും ഡി സിഗ്മയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എസ് എന്ന് പറയുന്ന സർഫസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എഫ് നമുക്ക് z സ്ക്വയർ ഐ പ്ലസ് എക്സ് ജെ മൈനസ് 3zk എന്നുള്ള രീതിയിൽ എഫ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സർഫസ് എന്താണ് എന്നുള്ളത് നോക്കണം. നോർമൽ എവേ ഫ്രം ദി എക്സ് ആക്സിസ്, എക്സ് ആക്സിസിൽ നിന്ന് എവേ ആകുന്ന രീതിയിലാണ് നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കേണ്ടത്. ത്രൂ ദി സർഫസ് എസ് കട്ട് ഫ്രം ദി പാരാബോളിക് സിലിണ്ടർ z equal to 4 minus y square by the planes x equal to 0, x equal to 1 and z equal to 0. അപ്പൊ നമുക്ക് ഈ തന്നിട്ടുള്ളതിന് നമുക്ക് പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പാരാമെട്രിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ എടുക്കുക, x ഈക്വൽ ടു യു എന്നുള്ളത് കൊടുക്കുക, y ഈക്വൽ ടു വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ, x ഈക്വൽ ടു യു y ഈക്വൽ ടു വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് z ഈക്വൽ ടു വരുന്നത് z ഈക്വൽ ടു 4 മൈനസ് വി സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പൊ എക്സ് വേരി ചെയ്യുന്നത് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു, എക്സ് വേരി ചെയ്യുന്നത് 0-ന്റെയും 1-ന്റെയും ഇടയിലാണ്. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വി, അതേപോലെ z ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. z ഈക്വൽ ടു 0 ആയതുകൊണ്ട് 4 മൈനസ് വൈ സ്ക്വയർ, 4 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 0, 4 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു z ഈക്വൽ ടു 0 ആകുമ്പോൾ 4 മൈനസ് വി സ്ക്വയർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് വി സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളത് കിട്ടും. വി ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 2 എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ വി വേരി ചെയ്യുന്നത് -2 to 2 ആണ്. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പൊ ഇതാണ് ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് ആർ യു വി ഈക്വൽ ടു നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുന്നത് യു ഐ പ്ലസ് വി ജെ പ്ലസ് 4 മൈനസ് വി സ്ക്വയർ കെ എന്നുള്ള ഫോമിൽ നമുക്ക് ആർ യു വി എന്നുള്ളത് എടുക്കാൻ പറ്റും. അപ്പൊ ഇനി ആർ യു വി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻ ഡി സിഗ്മ കാണണം, എൻ കാണണം. ആദ്യം ഡി സിഗ്മ എന്നുള്ളത് വരുന്നത് ആർ യു ക്രോസ് ആർ വി, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി ഡി യു ഡി വി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആർ യു ക്രോസ് ആർ വി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആർ യു വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആർ യു എന്നുള്ളത് ഇതിന് വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ടെക്സ്റ്റിൽ ഇത് വർക്ക്ഡ് ഔട്ട് ആണ്, ഞാനത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ യു വി എന്നുള്ളതിന് പകരം ടെക്സ്റ്റിൽ എക്സും വൈയും തന്നെ എടുത്തിട്ടുണ്ട്. സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റിൽ ഈ രീതിയിൽ എടുത്തുള്ളത്. അപ്പൊ ആർ യു എന്നുള്ളത്, ആർ യു എന്ന് പറയുന്നത് ഡോർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ എക്സ് ഇസ് ഈക്വൽ ടു 1 തന്നെയാണ് കിട്ടുന്നത്. ആർ യു ഈക്വൽ ടു 1 കിട്ടും. ആർ വി ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 2v എന്നുള്ളതാണ്. 1 മൈനസ് 2 അല്ലെങ്കിൽ ജെ മൈനസ് 2v k എന്നുള്ളതാണ് ആർ വി എന്നുള്ളത് കിട്ടുന്നത്. ജെ മൈനസ് 2v k എന്നുള്ളതാണ്. അപ്പൊ ഇനി ആർ യു ക്രോസ് ആർ വി എടുക്കുന്ന സമയത്ത് ആർ യു ക്രോസ് നമുക്ക് ഇവിടെ എക്സും വൈക്കും പകരം യുവും വിയും തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഇത് യു, ഇത് v, ഇത് v. u less than or equal to v less than or equal to r u equal to dou by dou u equal to r v equal to dou by dou v equal to j minus 2v k എന്നുള്ള ഫോമിലെ i j k 1 0 0 1 minus 2v എന്നുള്ള ഫോമിൽ വരും. നമ്മൾ ഇതിനെ
ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ കമ്പോണൻസ് 0 വരും. ജെയുടെ കമ്പോണന്റ് വരുന്നത് 2v j, കെയുടെ കമ്പോണന്റ് വരുന്നത് 1. 2v j plus k എന്നുള്ളതാണ് ru ക്രോസ് rv വരുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് ru ക്രോസ് rv എന്നുള്ളത് റൂട്ട് ഓഫ് 4v സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് കിട്ടും. ഓക്കെ, ru ക്രോസ് rv is equal to റൂട്ട് ഓഫ് 4v സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി അതേപോലെ n ഈക്വൽ ടു നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി സിഗ്മ കാണുന്നതിന്റെ ഇപ്പൊ ഡി സിഗ്മ ഇസ് ഈക്വൽ ടു ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സിഗ്മ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ru ക്രോസ് rv du dv എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 4v സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു du dv എന്നുള്ളതാണ് ഡി സിഗ്മ എന്നുള്ളത്. അതേപോലെ n എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇതേപോലെ നമുക്ക് വാല്യൂസ് എടുക്കുന്ന സമയത്ത് 2v j plus k divided by root of 4v square plus 1 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇത് v ആവും, ഇത് v എന്നുള്ള ഫോമില നമ്മൾ u v തന്നെ എടുത്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കും. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് എടുക്കുന്ന f dot n നെക്സ്റ്റ് നമ്മൾ f dot n കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. f dot n കാണുന്ന സമയത്ത് ഡിനോമിനേറ്ററിനെ നമുക്ക് അതേപോലെ നിർത്താം. ന്യൂമറേറ്ററിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2xy പ്ലസ് 3y സ്ക്വയർ മൈനസ് 12 എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഈ ru ക്രോസ് rv എന്നുള്ളതും ഈ ഒരു ടേമും ക്യാൻസൽ ചെയ്യും. ബാക്കി ഇത്രയും ടേമിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു u v എന്നുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു u ആൻഡ് v, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് യും വൈയുടെ സ്ഥാനത്ത് vയും തന്നെ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ സിമ്പിൾ ഇതേപോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ -32 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിലുള്ള എക്സസൈസിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.